സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന 20 മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് ഇപ്പോൾ നിലവിൽ LDFിൻ്റെ കയ്യിലാണ്. CPIMൻ്റെ VK പ്രശാന്താണ് അവിടെ MLA. എതിരായി മത്സരിക്കാൻ വരുന്നത് മുൻ MLA ആയ K മുരളീധരനാണ്. 2011 K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ജയിച്ചതാണ്. 2016 അദ്ദേഹം വിജയം ആവർത്തിച്ചതാണ്. പക്ഷേ വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ചും വലിയ ക്ലെയിം ഉള്ളതാണ്. ഇക്കുറി അവിടെ മത്സരിക്കാൻ പോകുന്നത് R ശ്രീലേഖ IPS. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച R ശ്രീലേഖ വട്ടിയൂർക്കാവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട്. BJPയെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ട് നേടിയ അല്ലെങ്കിൽ ഏറ്റവും മുന്നിലെത്തിയ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിൽ ഒന്ന്, BJP ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായൊരു മത്സരമായിരിക്കും വട്ടിയൂർക്കാവിൽ നടക്കാൻ പോകുന്നത്. 3 സ്ഥാനാർത്ഥികളും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. മത്സരചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വട്ടിയൂർക്കാവിന്. പക്ഷേ നമ്മൾ ഈ 20 മണ്ഡലത്തിൽ ഒന്നായിട്ട് വട്ടിയൂർക്കാവിനെ നിശ്ചയിക്കുന്നതിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവിനെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഒന്ന്, അതിൽ മത്സരിക്കുന്ന 3 പേരും അതത് മുന്നണികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. VK പ്രശാന്ത് ചെറുപ്പക്കാരനാണ്. പക്ഷേ അവിടെ വലിയ തോതിലുള്ള മത്സരം നടത്തി ആ മണ്ഡലം പിടിച്ചെടുത്ത് അതിൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തനങ്ങൾ നടത്തി ആ മണ്ഡലം തൻ്റെ മണ്ഡലമാണ് എന്ന പ്രതീതി സൃഷ്ടിച്ച പ്രശാന്താണ് ഒന്നാമത്തെ സ്ഥാനാർത്ഥി. രണ്ടാമത് 2011-ലും 2016-ലും വാശിയേറിയ മത്സരത്തിലൂടെ ആ മണ്ഡലത്തിൽ വിജയിച്ചയാളാണ് കോൺഗ്രസിൻ്റെ K മുരളീധരൻ. 3, BJPക്ക് തൊട്ട് മുമ്പ് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ തന്നെ ഒരു വാർഡിൽ മത്സരിച്ച് വിജയിച്ച് BJPക്ക് മുന്നോട്ട് വെക്കാവുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലത്തിൽ വെക്കാവുന്ന ഒരു പ്രധാന സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുൻ DGP ശ്രീലേഖ. ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ടും അതോടൊപ്പം ഈ 3 മുന്നണികൾക്ക് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം വളരെ ചെറുതാണ് എന്നതും ഇതിനെ വളരെ ശക്തമായൊരു ത്രികോണ മത്സരം ആക്കി മാറ്റുന്നുണ്ട്. BJP സംസ്ഥാനത്ത് പ്രതീക്ഷയർപ്പിക്കുന്ന 4 സീറ്റുകൾ എടുത്താൽ അതിലൊന്ന് വട്ടിയൂർക്കാവാണ്. 2 സീറ്റുകൾ എടുത്താൽ അതിലൊന്നും വട്ടിയൂർക്കാവാണ്. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അസംബ്ലി സെഗ്മെൻറ്റ് തിരിച്ച് 1ാം സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞത് 2 മണ്ഡലങ്ങളിലേ ഉള്ളൂ. നേമവും ഒന്ന് വട്ടിയൂർക്കാവ്. അതോടൊപ്പം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച് അവരുടെ മേയറുടെ നേതൃത്വത്തിലാണ് കോർപ്പറേഷൻ ഭരണം നടക്കുന്നത്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ 4 മണ്ഡലങ്ങളെങ്കിലും എങ്കിലും പിടിച്ചെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ BJPക്ക് അകത്തുള്ള അവരുടെ പ്ലാൻ. ആ നിലക്ക് പല കാരണം, പിന്നെ വളരെ ചെറിയൊരു ഇലക്ട്രേറ്റാണുള്ളത്. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന കവടിയാർ കൊട്ടാരം ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അടക്കം ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. കവടിയാർ കൊട്ടാരം ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗം ഉൾക്കൊള്ളുന്ന മണ്ഡലമാണിത്. ഈ വിധത്തിൽ പലതരത്തിലും ഈ മണ്ഡലം കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കാവുന്ന 20 മണ്ഡലങ്ങൾ എടുത്താൽ അതിലൊന്ന് വട്ടിയൂർക്കാവിനായിരിക്കും. വളരെ വാശിയേറിയ രാഷ്ട്രീയ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. മറ്റ് എലമെൻസ് ഒക്കെ കുറവാണ് എന്നതാണ് ഈ 3 പേരിലേക്ക് കേന്ദ്രീകരിക്കുന്ന വലിയ ശക്തമായ വട്ടിയൂർക്കാവിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വട്ടിയൂർക്കാവ് എന്നുള്ള മണ്ഡലം 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നിലവിൽ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതിനു മുമ്പ് തിരുവനന്തപുരം നോർത്തായിരുന്നു. അതിനു മുമ്പ് 1957 അത് തിരുവനന്തപുരം 2 എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് അവിടെ പട്ടംതാണുള്ള ആദ്യം മത്സരിച്ച് പട്ടംതാണുള്ള മത്സരിച്ച് ജയിക്കുന്നു. അതിനുശേഷം KC വാമദേവൻ ജയിക്കുന്നു. പിന്നെ തിരുവനന്തപുരം നോർത്ത് ആയതിനു ശേഷം K പങ്കജാക്ഷൻ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നോർത്ത് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണ് അവിടെ കൂടുതൽ ജയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മോഹൻകുമാർ അവിടെ ജയിച്ചിട്ടുണ്ട്. M വിജയകുമാർ 2 തവണ ജയിച്ചിട്ടുണ്ട്. CPIMൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായ M വിജയകുമാർ 2-3 തവണ അവിടെ ജയിച്ചിട്ടുണ്ട്. G കാർത്തികേയൻ അവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വലിയ മേൽക്കൈ അങ്ങനെ അവകാശപ്പെടാൻ ആ മണ്ഡലത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മനസാക്ഷി ഉണ്ട്. സ്ഥിരമായൊരു രാഷ്ട്രീയ മനസാക്ഷിയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 2008 മണ്ഡല രൂപീകരണത്തിന് ശേഷം, അങ്ങനെയും പറയേണ്ട, 2011 തെരഞ്ഞെടുപ്പിൽ പോലും BJP അത്ര പ്രസക്തമായിരുന്നില്ല. 2016 ശേഷം, ഒരുപക്ഷെ കേന്ദ്രത്തിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം BJPക്ക് ശക്തി കൂടിയ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുപോലെ വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ബഷീർ സൂചിപ്പിച്ചു, ഇതൊരു നഗരമണ്ഡലമാണ്.
തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് തിരുവനന്തപുരം ഈ വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ആളുകളാണ്. അതുപോലെ വന്ന് താമസിക്കുന്ന ആളുകൾ നിരവധി പേരുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ്റെ സാധ്യത കൂടി ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മണ്ഡലത്തിലെ ചരിത്രം വെച്ച് അതിനെ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. പട്ടം താണപ്പിള്ള 1957 എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം അതിൻ്റെ ഡെമോഗ്രഫിയിൽ വന്നിട്ടുണ്ടാകും. ഭൂപ്രദേശം അതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രേറ്റ് അടി മുതൽ മുടി വരെ മാറിയിട്ടുള്ളൊരു ഇലക്ട്രേറ്റ് ആവാം. ഇപ്പോൾ SIRൻ്റെ കാര്യത്തിലും വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് പേർ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഏറ്റവും അധികം പേർ ഡിലീറ്റ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ്. അതായത് കഴിഞ്ഞ 2024 വോട്ടർ പട്ടികയെ ആധാരമാക്കി SIR നടത്തി ഏതാണ്ട് 40,000-ഓളം വോട്ടുകൾ അവിടുന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് ബാധിച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതോ ഇനി അന്ന് അഡീഷണലായി ചേർത്ത വോട്ടുകൾ ഇല്ലാതായി പോയതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അത്രയും വോട്ടുകൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്കൂടുള്ളൊരു പ്രാധാന്യം വട്ടിയൂർക്കാവിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ രാഷ്ട്രീയമായി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മുരളീധരൻ്റെ തിരിച്ചുവരവാണ് ഒരുപക്ഷെ വട്ടിയൂർക്കാവിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്. 2011 അദ്ദേഹം മത്സരിക്കുന്നു. അന്ന് അദ്ദേഹം ഏതാണ്ട് 14,000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് അവിടെ നിന്ന് ജയിക്കുന്നത്. 2016 അദ്ദേഹം വീണ്ടും മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം ഏതാണ്ട് പകുതിയായിട്ട് കുറഞ്ഞു. 7,000 ചില്ലറ വോട്ടിന് മാത്രമാണ് 2016 മുരളീധരൻ അവിടെ നിന്ന് ജയിക്കുന്നത്. പിന്നീട് അദ്ദേഹം വടകരയിലേക്ക് പോയതിനു ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളൊരു വലിയ അത്ഭുതം വട്ടിയൂർക്കാവിൽ കാണുകയാണ്. VK പ്രശാന്ത്, അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന VK പ്രശാന്ത് അവിടെ മത്സരിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. ആ മണ്ഡലം പിടിച്ചെടുക്കുക മാത്രമല്ല, അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് അന്ന് VK പ്രശാന്ത് അവിടെ. അതൊരു വലിയ രസമുള്ളൊരു ഗ്രാഫാണ്. 2011 മുരളീധരൻ വിജയിക്കുന്നത് 16,167 വോട്ടിന്. 2016 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു, 7,620 ഉണ്ടാകുന്നു. പ്രശാന്ത് 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ അവിടെ വിജയിക്കുമ്പോൾ 14,465 വോട്ടിനാണ് വിജയിക്കുന്നത്. പ്രശാന്ത് 2021 എത്തുമ്പോൾ 21,515 ആക്കുന്നു. 21,515 വോട്ടിന് പ്രശാന്ത് വിജയിച്ച മണ്ഡലത്തിലാണ് താൻ 2011 16 വിജയിച്ച മണ്ഡലം എന്ന ആത്മവിശ്വാസത്തിൽ മുരളീധരൻ തിരിച്ചെത്തുന്നു. അതിൽ വേറൊരു കൗതുകമുണ്ട്. 2021 VK പ്രശാന്ത് ജയിക്കുമ്പോൾ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു 3-ാം സ്ഥാനത്ത് മാത്രമാണ്. അന്ന് വീണ എസ് നായരോ മറ്റോ ആണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വീണ എസ് നായരാണ് കോൺഗ്രസ് കാൻഡിഡേറ്റ്. 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് അവിടെ ഉള്ളത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ലിഫ്റ്റ് ചെയ്ത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മുരളീധരൻ്റെ ഒരു ദൗത്യം. മുരളീധരനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യം, മുരളീധരൻ 2011 2016 വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ മുരളീധരൻ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ പരിപാടികളിലും, ഏതാണ്ട് എല്ലാ പരിപാടികളിലും മണ്ഡലം വിടാതെ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയാണ് മുരളീധരൻ അന്ന് ചെയ്തത്. ആ നിലയ്ക്കുള്ള ബന്ധം മുരളീധരൻ അവിടെയുണ്ട്. പിന്നെ ആ മണ്ഡലത്തിൻ്റെ വേറൊരു പ്രാധാന്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ കുറച്ച് കൂടുതലുള്ളൊരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ മുരളീധരന് സാധിച്ചേക്കും എന്ന് കോൺഗ്രസും മുരളീധരനും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂല ഘടകങ്ങളായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് കാണുക. അതോടൊപ്പം കരുണാകരൻ്റെ മകൻ, കോൺഗ്രസിൻ്റെ തലമുതിർന്നൊരു നേതാവ്, ഈ നിലയ്ക്കൊക്കെയുള്ള ഒരു വലിയ പ്രാധാന്യം മുരളീധരൻ ഉണ്ടാവുകയും അതുപയോഗിച്ചുകൊണ്ട് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നാണ് മുരളീധരൻ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഇപ്പുറത്ത് VK പ്രശാന്തിനെ സംബന്ധിച്ച് VK പ്രശാന്ത് ഇപ്പോൾ 2019 നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന് 2021 ജയിക്കുന്നു. ജനകീയനായൊരു MLA എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ട്. ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നൊരു ആൾ എന്നുള്ളൊരു തോന്നലുണ്ട്. ഒപ്പം നമ്മളുടെ തൊട്ട അയൽപക്കത്തുള്ള ഒരാൾ എന്നൊരു പ്രതീതി ജനിപ്പിക്കാനും VK പ്രശാന്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനപിന്തുണയെ വീണ്ടും ഒരു വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ജനപിന്തുണയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ മുരളീധരനും പ്രശാന്തും ഈക്വൽസ് ആയിരിക്കണം വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഒന്ന് ഭൂതകാലത്തും മറ്റത് പ്രസന്റ് എന്ന വ്യത്യാസമുണ്ട്. സിറ്റിംഗ് MLA ആണ്, അവർക്ക് കൺമുമ്പിലുള്ള MLA ആണ്. വളരെ വലിയ തോതിലുള്ള വികസന പ്രക്രിയക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് പ്രശാന്ത്. അതേസമയം മുരളീധരനും ആ മണ്ഡലത്തിൽ MLA ആയിരുന്നപ്പോഴും അതിനുശേഷവും ആ മണ്ഡലത്തിലെ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവൈലബിൾ ആയിട്ടിരുന്ന ആളാണ്. അപ്പം ഈ രണ്ട് പേർ തമ്മിൽ, ശ്രീലേഖയും ഇവരും തമ്മിൽ അക്കാര്യത്തിൽ കമ്പാരിസൺ ഇല്ല. കാരണം ശ്രീലേഖ കടന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും മുരളീധരനും പ്രശാന്തും ജനങ്ങളുടെ സ്വീകാര്യതയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഈക്വൽ ആയിരിക്കും.
അവിടെ എന്ന് പറയണം. അവിടേക്ക് ഈ ശ്രീലേഖയുടെ കാര്യം സംസാരിച്ചപ്പോൾ ശ്രീലേഖ കടന്നു വരുമ്പോൾ, ശ്രീലേഖ മുൻ IPS ഓഫീസറാണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ശാസ്താമംഗലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ മണ്ഡലത്തിൻ്റെ ഒരു നഗര സ്വഭാവം, അവിടുത്തെ യുവാക്കളുടെ ഒരു ആസ്പിറേഷൻ, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലേഖയ്ക്ക് ഒരുപക്ഷെ കണക്ട് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല ശ്രീലേഖ. അതായത് രാഷ്ട്രീയത്തിൽ താഴെത്തട്ടുള്ള ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകി പ്രവർത്തിച്ച് വിവിധ തലങ്ങളിലൂടെ കടന്നു വന്ന് രാഷ്ട്രീയ നേതാവായി നിൽക്കുന്ന ഒരാളല്ല ശ്രീലേഖ. ഇപ്പുറത്ത് കെ മുരളീധരനെ സംബന്ധിച്ചോ VK പ്രശാന്തിനെ സംബന്ധിച്ചോ ആ പ്രശ്നമില്ല. അവർ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ജനങ്ങളുമായി ഇടപഴകി രാഷ്ട്രീയ നേതൃത്വത്തിലെത്തിയ ആളാണ്. BJP സംബന്ധിച്ച് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു വട്ടിയൂർക്കാവിനെ കാര്യത്തിൽ ഒരു ടാക്ടിക്കൽ എററാണോ? ശ്രീലേഖയുടെ ഈ പറയുന്ന മുൻ DGP അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥ, വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിൽ അവർക്കുണ്ടാകാനുള്ള ഒരു ആക്സെപ്റ്റൻസ്, ഇതൊക്കെ കണ്ട് ആണോ BJP ശ്രീലേഖയെ മത്സരിപ്പിക്കാൻ തരുന്നത്? അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അത് വട്ടിയൂർക്കാവിന് ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ, ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലത്തിലേക്ക് ഒരു മുൻ IPS ഉദ്യോഗസ്ഥയെ സ്ഥാനാർത്ഥിയാക്കുക എന്ന കോമൺ ലോജിക്കായിരിക്കണം പ്രയോഗിച്ചിട്ടുണ്ടാവുക. അവൈലബിളായ ബെസ്റ്റ് ആളെ പ്രയോഗിക്കുക എന്നത്. പക്ഷേ BJP അവിടെ നേടിയ വിജയം, BJP അവിടെ നേടിയ വോട്ട് എന്ന് പറയുന്നത് കുറെ കൂടി, ഒന്ന് S സുരേഷ് ആയിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ, രണ്ട് തെരഞ്ഞെടുപ്പിൽ രാജേഷ് ആയിരുന്നു, അതിന് മുമ്പ് കുമ്മൻ്റെ ഈ വ്യക്തികളിലേക്കുള്ള വോട്ടാണ് അവിടെ നേടിയത്. യഥാർത്ഥത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ ബ്രാൻഡ് ആളുകളെ മത്സരിപ്പിച്ചിട്ടാണ് BJP ഈ വോട്ട് അവിടെ നേടിയത്. അതുകൊണ്ട് തന്നെ അത് ശ്രീലേഖയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. അതേസമയം BJPക്ക് അവിടെ വോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2011 ശേഷമാണ് ആ പ്രതിഭാസം. 2011 തെരഞ്ഞെടുപ്പിൽ 11.98% വോട്ടാണ് BJPക്കുള്ളത്. എന്നാൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11.98 നിന്ന് 32.19 അന്ന് കുമ്മൻ രാജശേഖരനായിരുന്നു മത്സരിച്ചത്. 3 മടങ്ങാണ് അന്ന് വട്ടിയൂർക്കാവിൽ BJPക്കുള്ള വോട്ട് ഷെയർ കൂടിയത്. ഈ 32.19 എന്നത് 2019 ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ താഴേക്ക് പോയി, 10% താഴേക്ക് പോയി. 22.16 സുരേഷ് മത്സരിച്ചു. വീണ്ടും രാജേഷ് മത്സരിച്ചപ്പോൾ 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് കൂടി 28.77%. അതായത് നമ്മൾ ആ ചാർട്ട് നോക്കുമ്പോൾ കുമ്മന രാജശേഖരൻ അവിടെ മത്സരിച്ചപ്പോൾ, കുമ്മൻ രാജശേഖരൻ അന്ന് BJPയുടെ ഒരു വലിയ നേതാവായി അറിയപ്പെടുന്ന ഒരു സമയമാണ്. കുമ്മൻ രാജശേഖരൻ അവിടെ പോയി ഒരുപാട് പ്രവർത്തനം നടത്തി ഒരുങ്ങിയാണ് മത്സരിച്ചത്. ആ മത്സരത്തിലാണ് അവർക്ക് ഈ പറയുന്ന വിധത്തിലുള്ള വലിയ വോട്ട് വിഹിതത്തിലുണ്ടായ വലിയ വർധന വട്ടിയൂർക്കാവിലുണ്ടായത്. അതിനുശേഷം ഒക്കെ താഴേക്കാണ്. അത് പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. അതിന് 2021 2-ാം സ്ഥാനത്തേക്ക് വന്നുവെങ്കിൽ പോലും 2016 വോട്ടിംഗ് ശതമാനത്തിലേക്ക് BJP. മാത്രമല്ല, രാജേഷ് ഒരു നിലക്കും ഒരു കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് മേയറാവുകയും ചെയ്തു. രാജേഷ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതനായ, വളരെ സ്വാധീനമുള്ള പ്രശാന്തിനെ പോലെ തന്നെ സ്വാധീനം ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ വിൻ ചെയ്തത് പ്രശാന്താണ്. വിൻ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ ജനകീയത ഉറപ്പുവരുത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ ഈ വട്ടിയൂർക്കാവിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കോളായിരിക്കുമോ? യഥാർത്ഥ മത്സരം LDFും UDFും തമ്മിലായിരിക്കുമോ, അതോ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ത്രികോണ മത്സരമായിരിക്കുമോ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ VK പ്രശാന്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനപ്രിയനാണ്, എക്സിസ്റ്റിംഗ് MLA ആണ്. കെ മുരളീധരൻ ജനപ്രിയനാണ്, കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ച് വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ച നേതാവാണ് കെ മുരളീധരൻ. അതായത് നേമത്ത് UDFിൻ്റെ വോട്ട് പെർസെൻറ്റേജ് വളരെയധികം താഴേക്ക് പോയി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വന്ന് മത്സരിക്കുകയും, അന്ന് മുരളീധരൻ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിവിടെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ പോലും ഉണ്ടായിരുന്നില്ല, എൻ്റെ ആദ്യത്തെ പണി ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുക എന്നായിരുന്നു. അത്തരത്തിൽ ഗ്രൗണ്ടിൽ പണിയെടുത്ത് വോട്ട് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണ് കെ മുരളീധരൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ തോറ്റു, അത് വേറെ കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ പണി അറിയാം. അപ്പോൾ യഥാർത്ഥ മത്സരം ഇപ്പോൾ LDFും UDFും തമ്മിലാണോ, അതോ ഇതൊരു ടൈറ്റായിട്ടുള്ള ത്രികോണ മത്സരം? LDFും UDFും തമ്മിലാണ്. മുരളീധരനും പ്രശാന്തും തമ്മിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. നേമത്ത് മുരളീധരൻ പോയ പോലുള്ള അവസ്ഥയല്ല വട്ടിയൂർക്കാവിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിന് അവിടെ പ്രസൻസ് ഉണ്ട്, നല്ല വോട്ട് ഷെയർ ഉള്ള പ്രദേശമാണ്.
നേമത്ത് പോയ പോലുള്ള അവസ്ഥയല്ല മുരളീധരൻ്റെയും അവസ്ഥ. മുരളീധരന് യഥാർത്ഥത്തിൽ ഈ വട്ടിയൂർക്കാവിൽ 2 തവണ അവരുടെ MLA ആയിരിക്കുകയും അതിനുശേഷവും ആ മണ്ഡലവുമായി ബന്ധം പുലർത്തുകയും ചെയ്ത നേതാവാണ്. അതുകൊണ്ട് VK പ്രശാന്തും K മുരളീധരനും തമ്മിലാണ് മത്സരം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിൽ BJPക്ക് അനുകൂലമായ ഷിഫ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. അതിനു തന്നെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മേൽജാതി വോട്ടിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ്. പ്രകാശ് ഹിന്ദു വോട്ടിനെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് എൻ്റെ തോന്നൽ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടുത്ത അതേ കാര്യമായിരിക്കില്ല വട്ടിയൂർക്കാവിൽ നിന്ന് പ്രതിഫലിക്കുക. ഈ അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടിൻ്റെ കാര്യം പറയുമ്പോഴേ വളരെ കൗതുകമായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രശാന്തിനെ തോൽപ്പിക്കാനായിട്ട് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ കരയോഗങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് NSS യൂണിറ്റുകൾ പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പക്ഷേ ഈ അപ്പർ കാസ്റ്റ് വോട്ടുകൾ ഒന്നും തന്നെ കോൺഗ്രസിന് വർക്ക് ചെയ്തില്ല. അത് പ്രശാന്ത് അവിടെ ജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഭൂരിപക്ഷം പ്രശാന്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഈ അപ്പർ കാസ്റ്റ് വോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതൊരു എന്താ പറയുക, ഒരു സമുദായ സംഘടനയുടെ തീട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പർ കാസ്റ്റ് വോട്ട് ഫോം ചെയ്യുന്ന മണ്ഡലമൊന്നും അല്ല വട്ടിയൂർക്കാവ്. അവിടുത്തെ വോട്ട് എന്ന് പറയുന്നത് NGO വോട്ടുണ്ട്, ഈ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വോട്ട്, പിന്നെ കുറച്ച് പരമ്പരാഗതമായുള്ള കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ആ വോട്ടിനെ വ്യക്തിഗതമായി സ്വാധീനിക്കാൻ K. മുരളീധരനും കഴിയും. അതല്ലാതെ ഒരു സമുദായ സംഘടന എന്ന നിലയിൽ വോട്ട് മറിയാവുന്ന സ്ഥിതിയൊന്നുമല്ല. വ്യക്തിഗതമായി ആ വോട്ടിനെ സ്വാധീനിക്കാൻ K. മുരളീധരനും കഴിയും. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ NGO, അതായത് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ, ഒരുപക്ഷെ ആ മണ്ഡലത്തിൻ്റെ വോട്ടർമാരിൽ ഒരു 50% സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട ആ മണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, അവരുടെ കുടുംബാംഗങ്ങളാണ്. അങ്ങനെ ഒരു 50% വോട്ടെങ്കിലും അവിടെ ഉണ്ടാവും. ഓഫ് ലേറ്റ് ഈ LDF സർക്കാർ എടുത്ത തീരുമാനങ്ങളുണ്ട്. അതായത് സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കുക, അതുപോലെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയായിരുന്ന സംഗതികൾ കൊടുത്തു തീർക്കുക. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തുള്ള പല തീരുമാനങ്ങളും ഈ അവസാന ഘട്ടത്തിൽ LDF സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ ഉണ്ടാവില്ലേ? അത് ആ മണ്ഡലത്തിൻ്റെ വോട്ടേഴ്സിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള വോട്ടർമാരാണ് ആ മണ്ഡലത്തിലുള്ളത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാരുടെ അവരുടെ ശമ്പളവും അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടി പ്രതിഫലിക്കാവുന്ന ഒരു മണ്ഡലമാണിത്. റൈറ്റ്. അപ്പോൾ അവസാനം നമ്മൾ എങ്ങനെ വിലയിരുത്തണം? ഇതൊരു വളരെ തീപാറുന്ന ഒരു ട്രയാങ്കുലർ മത്സരമാണ് എന്നാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം വട്ടിയൂർക്കാവിനെ കാണുന്നത്. അതിലൊരു തർക്കവുമില്ല. അതാണ് എല്ലാവരുടെയും അനുമാനം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നടത്തിയ പെർഫോമൻസിന്റെ പശ്ചാത്തലവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ഒന്നാമതെത്തിയ മണ്ഡലമാണ്. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ മത്സരിക്കുമ്പോൾ ഒന്നാമതെത്തിയ മണ്ഡലമാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസിന്റെ അത് ആവർത്തിക്കുമോ എന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമായ ഒരു മത്സരമായിരിക്കും. ഇതിലെ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ഈ SIRൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടി. ഒരുപാട് പേര് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരാരായിരുന്നു, എങ്ങനെയാണ് അവർ ഈ പട്ടികയിൽ കയറിക്കൂടിയത്, അതോടൊപ്പം തന്നെ ഇനിയും പേര് ചേർക്കാനുള്ള അവസരം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം, ഇങ്ങനെ വലിയ മാറ്റങ്ങൾ നടന്നൊരു മണ്ഡലം എന്ന നിലയിൽ അവിടെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചെറിയ തോതിൽ ബാധിക്കാം. എൻ്റെ ഈ ഡാറ്റ വെച്ചുള്ള എൻ്റെ ഒരു അനുമാനം K. മുരളീധരനും VK പ്രശാന്തും തമ്മിലുള്ള വളരെ ശക്തമായ മത്സരവും മൂന്നാം സ്ഥാനത്ത് BJPയും എന്നതായിരിക്കും അവസ്ഥ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് BJP അവിടെ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഒരുപക്ഷെ വിജയിയെ നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും എന്ന് തോന്നുന്നു. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. BJP പിടിക്കുന്ന വോട്ടുകൾ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ BJPയുടെ വോട്ടാണ്, കോൺഗ്രസിൻ്റെ വോട്ടാണ് BJP ഏതാണ്ട് BJPയുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് വലിയ തോതിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ BJP വലിയ സ്വാധീന ശക്തിയായി വളരുകയും കോൺഗ്രസിൻ്റെ ഒരു വോട്ട് അവർ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. സീമ 3-ാം സ്ഥാനത്തെത്തിയ
തെരഞ്ഞെടുപ്പിൽ നേരെ നേരെ തിരിച്ചും തിരിച്ചുമായിരുന്നു നമുക്ക് പറയാം. നേരെ തിരിച്ചും നമുക്ക് പറയാം. പറയാം. TN സീമ 3-ാം സ്ഥാനത്തെത്തിയ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് BJPയുടെ ഇതിലേക്ക് പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ, അന്ന് കുമ്മനമായിരുന്നു 2-ാം സ്ഥാനത്ത്, 2016 ആദ്യവും കുമ്മൻ രാജശേഖരൻ 2-ാമതും TN സീമ 3-ാമതും ആയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് ഒരു പക്ഷേ, അല്ലെങ്കിൽ LDF-ലേക്ക് ചാഞ്ഞിരുന്ന വോട്ട് BJPയിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വോട്ട് പിടിക്കാനും BJPക്ക് സാധിക്കുന്ന ഒരു മണ്ഡലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മളുടെ മുമ്പിലേക്ക് ഈ വട്ടിയൂർക്കാവിനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് BJP പിടിക്കുന്ന വോട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ R ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം വഴി പുതിയ ആളുകളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ഒക്കെ BJP കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഒരു IPS കിട്ടിയ ഉദ്യോഗസ്ഥ, മുൻ DGP ആയിരുന്ന ആൾ, അവർ BJPയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നു. ഇതുവഴി ഒരു നഗര സ്വഭാവമുള്ളൊരു മണ്ഡലത്തിൽ അവർ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അവർ എങ്ങനെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഇടയുണ്ടോ, അതോ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ അനുസരിച്ച് തന്നെ ആയിരിക്കും ആ മണ്ഡലത്തിലെ വോട്ടിംഗ് പ്രക്രിയ പോവുക. ഇതൊക്കെ നമ്മൾ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പോലും ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ, അവരുടെ പെരുമാറ്റം, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർ രൂപാന്തരപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. ഈ പറയുന്ന തരത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ശ്രീലേഖ ഒരു ആവേശമാകുമെന്നോ ഒരു നഗര ഇലക്ടറേറ്റിനെ അത് ആ വിധത്തിൽ സ്വാധീനിക്കുമെന്നോ പറയാൻ കഴിയില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലിയ യുവ സ്വാധീനം പ്രശാന്തിനും, അതിനേക്കാൾ വലിയ സ്വാധീനം, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വാധീനം മുരളീധരനും ഉണ്ടാക്കാൻ കഴിയും. ഈ സ്ഥാനാർത്ഥികൾ അവരവർക്ക് നിർത്താവുന്നതിൽ ബെസ്റ്റാണ് എന്ന ഗണത്തിൽ മാത്രമാണ് ശ്രീലേഖ അവരുടെ ബെസ്റ്റ് സ്ഥാനാർത്ഥിയാവുന്നത്. അതേസമയം 3 സ്ഥാനാർത്ഥികളെ നമ്മൾ ഒറ്റതിരിച്ചെടുത്താൽ പ്രശാന്തും മുരളീധരനും കഴിഞ്ഞ് വളരെ താഴെയുള്ളൊരു സ്ഥാനം മാത്രമേ പൊളിറ്റിക്സിൽ ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കുന്നതിൽ ശ്രീലേഖക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, അതായത് BJP പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിന് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ, അത് ഉണ്ടാക്കിയാൽ പോലും അവരൊരു പക്ഷേ ഒരു 3-ാം സ്ഥാനത്തേക്ക് വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തേണ്ടത്. പക്ഷേ എങ്കിൽ പോലും മത്സരം കുറെ കൂടെ ടൈറ്റാക്കാൻ ഈ പറയുന്ന വിധത്തിലുള്ള അവരുടെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നത്, DGP ആയിരുന്നു, ഈ ഇമേജ് വെച്ചുകൊണ്ട് മത്സരം കുറച്ചുകൂടെ ടൈറ്റാക്കാൻ ഒരു പക്ഷേ BJPക്ക് കുമ്മനം രാജശേഖരനോ രാജേഷോ അവിടെ ഉയർത്തിയ ഒരു പോർമുഖം തുറക്കാൻ യഥാർത്ഥത്തിൽ ശ്രീലേഖക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അവരുടെ ഈ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഫിയേഴ്സായ ഒരു മത്സരം നടത്തി പെനിട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ്. എന്തായാലും വട്ടിയൂർക്കാവ് മത്സരം ശക്തമായിരിക്കും. ഭരണം പിടിക്കാൻ UDFും ഭരണം നിലനിർത്താൻ LDFും ഒരുങ്ങി പുറപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണം നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി വട്ടിയൂർക്കാവ് അവിടെ നിൽക്കും. K മുരളീധരനും PK പ്രശാന്തും അവരേത് വിധത്തിലായിരിക്കും മണ്ഡലത്തിലെ ജനങ്ങളുടെ വിധിയെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ 20 മണ്ഡലങ്ങൾ ഭരണം നിശ്ചയിക്കാൻ ഉറപ്പായും ഈ 20 മണ്ഡലങ്ങളിലെ ജനവിധിയായിരിക്കും ഭരണം നിശ്ചയിക്കുക എന്ന് നമ്മൾ കരുതുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് വട്ടിയൂർക്കാവിനെ നമുക്ക് മാർക്ക് ചെയ്യാം. മറ്റെപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.